നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSC 2026 ഫെബ്രുവരിയിൽ നടത്തിയ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ തസ്തികയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. GK ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ഇൻ മെമ്മോറിയം എന്ന ചിത്രം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ന്യൂനപക്ഷ ജനതയുടെ പ്രതിനിധികളെന്ന് കളിയാക്കി പറഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ? ഉത്തരം ഓപ്ഷൻ ബി, ലോർഡ് ഡഫറിൻ. താഴെ പറയുന്നവയിൽ ചട്ടമ്പിസ്വാമികളുടെ കൃതി അല്ലെങ്കിൽ കൃതികൾ അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി, 1, 4. 1, 4 ചട്ടമ്പിസ്വാമികളുടെ കൃതികളല്ലാത്തത്. ആദിഭാഷ, പ്രാചീന മലയാളം എന്നിവ ചട്ടമ്പിസ്വാമികളുടെ കൃതികളാണ്. പ്രശസ്ത ചരിത്രകാരൻ MGS നാരായണനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ചെയർമാനായിട്ടുണ്ട്. പെരുമാൾസ് ഓഫ് കേരള എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. 2025 ഏപ്രിൽ 26 അന്തരിച്ചു. സാൻ മിൻ ചൂയി ഇവ എന്താണ്? ഉത്തരം ഓപ്ഷൻ എ, ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ദേശീയ ജലപാത 3ൻ്റെ ആകെ ദൈർഘ്യം? ഉത്തരം ഓപ്ഷൻ ഡി, 205 കിലോമീറ്റർ. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ഉത്തരം ഓപ്ഷൻ എ, മഹേന്ദ്രഗിരി. എല്ലാ പ്രധാന സമുദ്രങ്ങളുടെയും ഉപരിതലത്തിൽ രൂപം കൊള്ളുന്നതും ഭ്രമണം ചെയ്യുന്നതുമായ സമുദ്രജല സംവിധാനങ്ങൾ. ഇവ വൃത്താകൃതിയിൽ സമുദ്രജല പ്രവാഹങ്ങൾ രൂപം കൊള്ളാൻ കാരണമാകുന്നു. ഉത്തരം ഓപ്ഷൻ സി, ഗൈറുകൾ. തന്നിരിക്കുന്നവയിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘം? ഉത്തരം ഓപ്ഷൻ എ, സിറസ്. കോണ്ടൂർ രേഖയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന 1, അകലം കൂടിയ കോണ്ടൂർ രേഖകൾ ചരിവ് കുറഞ്ഞ പ്രതലത്തെയും അടുത്തു വച്ചിരിക്കുന്നവ കുത്തനെയുള്ള ചരിവിനെയും കാണിക്കുന്നു. പ്രസ്താവന 2, വ്യത്യസ്ത ഉയരങ്ങളെ കാണിക്കുന്ന കോണ്ടൂർ രേഖകൾ തമ്മിൽ പരസ്പരം മുറിച്ചു കടക്കാറില്ല. ഉത്തരം ഓപ്ഷൻ സി, 2 പ്രസ്താവനകളും ശരിയാണ്. പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ എ, 1 മാത്രം ശരിയാണ്. 4ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വച്ച വളർച്ചാ നിരക്ക് 5% കൂടുതലാണ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റ് ഏത്? ഉത്തരം ഓപ്ഷൻ സി, 1ഉം 3ഉം തെറ്റാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥനാണ്. കാർഷിക ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും ഗണ്യമായി വർദ്ധിച്ചു എന്നിവ ശരിയാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, 3ഉം 4ഉം. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. ഇത് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നു. താഴെ തന്ന പ്രസ്താവനകളിൽ തെറ്റേത്? ഉത്തരം ഓപ്ഷൻ ബി, 1ഉം 4ഉം തെറ്റാണ്. DSIB ബാങ്കുകളിൽ ICI ഉൾപ്പെടുന്നു. നീതി ആയോഗിൻ്റെ CEO ശ്രീ BVR സുബ്രഹ്മണ്യമാണ്. നിലവിൽ BVR സുബ്രഹ്മണ്യത്തിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. നിലവിലെ താൽക്കാലിക CEO നിധി ചിബ്ബറാണ്. FPTPയുടെ പൂർണ്ണരൂപം? ഉത്തരം ഓപ്ഷൻ ബി, ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. താഴെ തന്നിരിക്കുന്നവയിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, വ്യാപാരവും വാണിജ്യവും. ബാക്കിയെല്ലാം കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ്. ദത്തെടുക്കൽ, തൊഴിലാളി സംഘടന, വനം എന്നിവ. ഇന്ത്യൻ ഭരണഘടനയിൽ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം? ഉത്തരം ഓപ്ഷൻ സി, അനുച്ഛേദം 338B. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരി.
ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ 12-ൽ കുറയാൻ പാടുള്ളതല്ല. ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ആകെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ 15% കവിയാൻ പാടുള്ളതല്ല. മന്ത്രിസഭ സംസ്ഥാനത്തെ നിയമസഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കണമെന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ 164-ൽ 2 അനുച്ഛേദമാകുന്നു. ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറലിന് ഉദ്യോഗം വഹിക്കാവുന്നതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് തെറ്റായ പ്രസ്താവന. ഒരു സംസ്ഥാനത്ത് നിയമസമിതിയിലെ അംഗങ്ങൾ എന്നത് ആ സമിതിയിലെ ആകെയുള്ള സംഖ്യ ആ സംസ്ഥാനത്തെ നിയമസഭയിലെ അംഗങ്ങളുടെ സംഖ്യയുടെ 1/3 കവിയാൻ പാടുള്ളതല്ല. ഒരു പണബിൽ നിയമസമിതിയിൽ അവതരിപ്പിക്കാൻ പാടുള്ളതല്ല എന്ന് ഭരണഘടനയുടെ 198-ൽ 1 അനുച്ഛേദം പറഞ്ഞിരിക്കുന്നു. ഹൈക്കോടതിയിലെ ഏതെങ്കിലും ജഡ്ജിയുടെ കർത്തവ്യ നിർവഹണ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയിൽ ചർച്ച പാടില്ല എന്നീ പ്രസ്താവനകൾ ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമായ ഉത്ഭവാധികാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം. ഉത്തരം ഓപ്ഷൻ ബി 131. അനുച്ഛേദം 131 സുപ്രീം കോടതിയുടെ ഉത്ഭവാധികാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം. HD ദേവഗൗഡയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി IK ഗുജ്റാൾ. കേരള സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി 1975 സെപ്റ്റംബർ 9. നിലവിലെ കേരള കാർഷിക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നതാരാണ്? ഉത്തരം ഓപ്ഷൻ ബി K എബ്രഹാം മാത്യു. നവജീവൻ പദ്ധതി നടപ്പിലാക്കുന്ന ഡിപ്പാർട്ട്മെൻ്റ് ഏത്? ഉത്തരം ഓപ്ഷൻ എ തൊഴിൽ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ശ്രീ K രാജൻ. മനുഷ്യരിൽ AB രക്തഗ്രൂപ്പ് സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നു. ഇതിന് കാരണമായി പറയാവുന്ന ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ എ ചുവന്ന രക്താണുക്കളിൽ AB എന്നീ ആൻറ്റിജനുകൾ ഉണ്ടായിരിക്കുകയും പ്ലാസ്മയിൽ ആൻറ്റിബോഡികൾ ഇല്ലാതെയുമിരിക്കുന്നു. മാറാരോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ, സെറിബ്രൽ പാൾസി മുതലായവ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര്? ഉത്തരം ഓപ്ഷൻ സി താലോലം. അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ബ്ലൂ ഫ്ലാഗ് എന്ന പരിസ്ഥിതി അടയാളപ്പെടുത്തൽ അഥവാ ഇക്കോ ലേബൽ നൽകപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി പരിസ്ഥിതി സൗഹൃദവും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ കടൽത്തീരങ്ങൾക്ക്. മനുഷ്യ ശരീരത്തിലെ ഹോർമോണുകളുടെയും അവ ഉൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങളുടെയും പട്ടിക നൽകിയിരിക്കുന്നു. നിരകളിലെ വാക്കുകൾ ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇൻസുലിൻ ആഗ്നേയഗ്രന്ഥി, റിലാക്സിൻ അണ്ഡാശയം, ഓക്സിറ്റോസിൻ പീയൂഷഗ്രന്ഥി, മെലാട്ടോണിൻ പീനിയൽ ഗ്രന്ഥി. ഒരു ബസ്സിൽ റിയർ വ്യൂ മിറർ ആയി ഉപയോഗിച്ചിരിക്കുന്ന കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 0.6 മീറ്റർ ആണ്. ഇതിൻ്റെ വക്രതാ ആരം നിർണ്ണയിക്കുക. ഉത്തരം ഓപ്ഷൻ സി 1.2 മീറ്റർ. മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിന് സമാനമായ ഫാരൻഹീറ്റ് സ്കെയിൽ താപനില എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ ബി 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി? ഉത്തരം ഓപ്ഷൻ ഡി ഡെന്നീസ് ടിറ്റോ. വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാനുപയോഗിക്കുന്ന ലോഹധാതുക്കളാണ് അയിരുകൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സിങ്ക് ലോഹത്തിൻ്റെ അയിര് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കലാമൈൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സംക്രമണ മൂലകങ്ങളുടെ സവിശേഷത അല്ലാത്തതേത്? ഉത്തരം ഓപ്ഷൻ സി 3. എല്ലാ മൂലകങ്ങളും ലോഹങ്ങളാണ്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു.
മൂലകങ്ങളും സംയുക്തങ്ങളും ഉൽപ്രേരകങ്ങളായി ഉപയോഗിക്കുന്നു എന്നിവ സംക്രമണ മൂലകങ്ങളുടെ സവിശേഷതകളാണ്. 2023 രസതന്ത്ര നൊബേൽ പുരസ്കാരത്തിന് 3 ശാസ്ത്രജ്ഞന്മാർ അർഹരായി. ഏത് കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി, ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും സമന്വയത്തിനും. മുക്തകവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഉത്തരം ഓപ്ഷൻ സി, 2ഉം 3ഉം ശരി. സ്വയം പൂർണ്ണമായ ആശയങ്ങളോടുകൂടിയ ഒറ്റ ശ്ലോകമാണ്. അക്ഷരശ്ലോകവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് വാങ്ഖഡയുടെ ഹൃദയത്തുടിപ്പുകൾ? ഉത്തരം ഓപ്ഷൻ ബി, കായിക ഫീച്ചർ. കേരളത്തിലെ പ്രാചീന കലകൾ എന്ന പുസ്തകം രചിച്ചതാര്? ഉത്തരം ഓപ്ഷൻ എ, പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മ. ഫോക്ലോർ അക്കാദമിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ ഡി, 1ഉം 2ഉം ശരി. കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ശ്രീ ഒ എസ് ഉണ്ണികൃഷ്ണൻ ചെയർമാനാണ്.